വെളിച്ചെണ്ണ നെയ്യിനെക്കാട്ടിലും വില ഇപ്പോൾ വേറെ വെച്ചോ ഞങ്ങൾക്ക് വേറെ നിർത്തിയില്ല. 1000 കോഴിക്ക് അരക്കാട മതി. 1000 കോഴി അരക്കാട മതി. നടു പൊളിച്ചിട്ട് എങ്ങനെ ഗ്രില്ലില്ലേ? അങ്ങനെയല്ലടാ, അതിനെങ്ങനെ നടു പൊളിച്ചിട്ട് എങ്ങനെ ഇത് എങ്ങനെ വെക്കാന്നാ ചോദിക്കണടാ. വെക്കാൻ യുവർ വീഡിയോസ് ആൻഡ് യുവർ ഫാമിലി ആൻഡ് ഹൗ ആരാണ് കോഴ്സ് ഇംഗ്ലീഷ് എനിക്ക് വായിക്കാൻ പറ്റില്ല, നീ വായിച്ചാൽ മതി. പേര് വായിക്കി. റോയ് ജോൺ. ഒരു പേര് തന്നെ വായിക്കാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കവല ഷാജി എന്ന് വായിക്കുമ്പോ തന്നെ. പേര് കവല എന്ന് പറയുമ്പോ അടുത്ത വീട്ടുപേരോ. പിന്നെ അത് പിന്നെ 2 പ്രാവശ്യം പണിക്കാരൻ എന്ന് എഴുതുന്നുണ്ടോ? എന്താന്ന് വെച്ചാല് ഇവന്റെ അവസ്ഥ മനസ്സിലാക്കണം. എന്റെ അവസ്ഥ കൂടി മനസ്സിലാക്കണേ. തീർച്ചയാണോ? മുൻപന്തിയിലാണ് കേരളത്തിൽ നമ്പർ 1 ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പിംഗ് വീഡിയോ ചെയ്യുന്ന ഒരാളായിട്ടാണ്. നമ്പർ 1 അങ്ങനെയൊന്നും പറയുന്നത്. നമ്പർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് എന്റെ മെയിൻ ആള് C4C ആണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സ്ഥലത്താണ്, അടിപൊളി സ്ഥലമൊക്കെയാണ്. പക്ഷെ നമ്മൾ വന്നതും നേരത്തെയാണ്, സമയത്തേക്ക് ആയിട്ടില്ല. ഇപ്പോൾ 5 മണി, ഏകദേശം 5 മണി ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ സംഭവം എന്താ വെച്ചാൽ വിറകില്ല, അതൊരു പ്രശ്നമാണ്. പിന്നെ ഈ മലയുടെ അപ്പുറ സൈഡിലൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരാൻ സമയമാവുകയി. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് പോകാനൊരു കുഴപ്പമില്ല, ഇവിടെ ആരും വരുമൊന്നുമില്ല. എങ്കിലും കുഴപ്പമില്ല, ഞാനെന്തായാലും അങ്ങോട്ട് പോയി നോട്ടെ കേട്ടോ. വിറകുണ്ടെങ്കിൽ എന്താ നമ്മളെ പരിപാടി ഒന്നും കൂടി ഒന്ന് പൊളിക്കാൻ പറ്റുള്ളൂ. ഞാനെന്തായാലും വിറക് കിട്ടുമോ നോട്ടെ കേട്ടോ. ഇതിൽ നോക്കി വരണം കേട്ടോ. ഏയ് എടാ, ഇവിടെ ഒരു 2 കഷ്ണം വിറകുണ്ട്, അത് എടുക്കുവോ? വിറകൊന്നും ഇല്ലടാ. ഇതിപ്പോ നീ എവിടുന്ന് എന്നെ കണ്ട? അവിടുന്ന് നടന്നു വരില്ലേ ഞാൻ. എന്തായാലേ തണുപ്പൊക്കെ ഉണ്ട്. ഇവനേ ഹലോ നമസ്കാരം എന്ന്, ഞാനവിടെ വിറക് പിടിക്കാൻ പോയപ്പോണ്ട് ഹലോ നമസ്കാരം എന്ന്. ക്യാമറ ഓണാ? ആ, പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ അവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് ഈ ഇതിൻ്റെ മുളയുടെ വിറക് ഒട്ടിക്കായിരുന്നു കേട്ടോ. ഇവിടെ താഴ്ന്ന് ഹലോ നമസ്കാരം എന്ന്. ഞാൻ നിൻ്റെ ആ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ മേലോട്ട് കയറി വന്നത്. എന്താണെന്നറിയോ, ഞാൻ ഇങ്ങനെ ട്രൈപ്പോഡൊക്കെ പിടിച്ചിട്ട് ഹായ് ഹലോ നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് 3 പ്രാവശ്യം എടുത്തു ഒരു ഇൻട്രോ കൊടുക്കാൻ വിചാരിച്ചാ. മൂന്നാമത്തേല് എടുത്ത് തിരിഞ്ഞു നോക്കണത് എൻ്റെ മുഖത്തേക്ക്. ഇങ്ങനെ വന്ന് നോക്കുമ്പോണ്ട്
ഒരാളിങ്ങനെ അവിടെ നിന്ന് നോക്കുന്നത്. അതെന്താ വെച്ചാൽ താഴ്ന്നേ നിന്റെ ഈ ഹലോ നമസ്കാരം ഞാൻ കേട്ടു. സത്യത്തിൽ ഞാൻ പേടിച്ചുപോയി. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ എന്തായാലും ഇവനൊരു ബ്ലോഗ് എടുക്കാൻ വേണ്ടി വന്നാണ്. ബ്ലോഗ് എടുത്തില്ലേ? അതെ, ഇങ്ങനത്തെ സ്ഥലത്തല്ല കേട്ടോ, ഒരു കുറ്റിക്കാടിന്റെ പൊന്തേന്റെ അപ്പുറത്താണ്. ഞാൻ നോക്കാൻ വേണ്ടി ട്രൈപ്പോഡ് മാത്രം ഇങ്ങനെ തല പൊന്തി കിടക്കുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കാണൂല, ഒരു മതിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് പോലെ. പിന്നെ എന്തായാലും വിറക് കുറച്ച് കിട്ടി. അപ്പോൾ കുറച്ച് നേരം ഇവനും ഉണ്ടാവും. ഇതിലൊരു ഓട്ടം പോയതാണ്. അപ്പോൾ നമ്മളെ വണ്ടി കണ്ടപ്പോൾ ഇതിലെ കയറിയതാണ്. കയറിയിട്ടൊരു ബ്ലോഗ് എടുത്ത് സെറ്റാക്കി. എന്തായാലും വിറക് ഇവന്റെ ഒപ്പം ഒന്ന് കൂടണം എന്ന് വിചാരിക്കും. ഇവൻ എന്നെ വിളിക്കുകയും ചെയ്യും. പക്ഷെ എന്താ വെച്ചാല് ഈ ഇവന്റെ നൈറ്റുള്ള വീഡിയോ അതും കൊണ്ടേ എനിക്ക് ഇന്ന് രാത്രി നിൽക്കൂലേ? നിക്കില്ല ഇല്ല, ഞാൻ വന്നപ്പോ വെറുതെ കയറിയതല്ലേ. ഞാനിപ്പോ തിരിച്ചു പോകും. എനിക്ക് ഇവിടെ കിടന്നു നടക്കാനും പറ്റില്ല. നമുക്ക് ഇത് എന്തായാലും സെറ്റാക്കാം അല്ലേ? നമുക്ക് സമയം അങ്ങ് പോയി. വിറക് പൊട്ടില്ല. എന്റെ കയ്യിൻ്റെ ഉള്ളിൽ ഇതാ ഇത് ചെറുതാണോ? ആ ചെറിയ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. നീ ഇല്ലല്ലോ. നീ കിടക്കുവോ? അല്ല, കിടക്കുന്നതല്ല, ഇങ്ങനെ കണ്ടപ്പോ വളരെ ചെറുതായിട്ട് തോന്നി. ആ ചെറിയ ടെൻറ്റ്, നമ്മുടെ പഴയ ടെൻറ്റ്. അതിത്ര ചെറുതൊന്നുമല്ല. ഞാൻ വിചാരിച്ചു ഇത് എത്ര മടക്കി വരുമ്പോ ഇത്ര ഉണ്ടാവുള്ളൂ അല്ലേ. നീ കിടക്കുവോ? ഇത് മറക്കായിരുന്നു, ഒന്നേന്ന് ഓർമ്മിപ്പിക്കണേ. എന്ത്? ഓ അതാ ട്രൈപ്പോഡ് വീണു. ഓട്ടോമാറ്റിക്കാണല്ലോ. അതാ നിവർന്ന് കാറ്റല്ലേ? കറക്റ്റ് സമയം പോയണോ സതീശ? ഒരുപാട് പണിയുണ്ടല്ലോ ചെയ്ത് വരുന്നത്. പണിയൊന്നുമില്ല, വിറകൊക്കെ എടുക്കാൻ പോലുള്ളടോ പണി. വിറകേ എടുക്കാൻ പോലൊക്കെ ഭയങ്കര പണിയാണ്. 2 കാട മേടിച്ചു. ഇനിയിപ്പോൾ നീ തിന്നാതെ പോകില്ലല്ലോ. ഒറ്റയ്ക്ക് പോകില്ലേ താവട്ട്? ഞാൻ കാട ഇറച്ചി തിന്നാത്ത ആളാ. ഒറ്റയ്ക്ക് പോകില്ലേ? ഞാൻ കൊണ്ടാക്കൂല കേട്ടോ. ലൈറ്റ് തരാണെങ്കിൽ. എങ്ങോട്ട് നോക്കാം. ഇവിടെ പുലിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇവിടെ നല്ല ഈ പഞ്ചായത്തിൽ എല്ലായിടത്തിലും അതിലും ഇതിലൊക്കെ കയറി ഇറങ്ങി നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓട്ടോ ഓടാനൊക്കെ. കടുവ ഇപ്പോഴല്ലല്ലോ, ഇപ്പൊ കുറവല്ലേ? ഇപ്പോഴല്ല, അത് 3-4 വർഷം മുന്നേ. പക്ഷെ അതിന്റെ ഒരു ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. പേടിയുണ്ട് അല്ലേ? പേടിയുണ്ട്. അല്ല, ഇപ്പോഴും ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് സമയത്ത് വരില്ല എന്ന് പറയാൻ പറ്റില്ല. പല സ്ഥലത്തു കൂടി അതിങ്ങനെ ഓടി നടക്കുന്നതാണ്. ഇപ്പോഴും ഇടയ്ക്കൊക്കെ കുറച്ച് അപ്പുറമൊക്കെ ആയിട്ട് ഓരോന്നിനൊക്കെ പിടിച്ചുകൊണ്ടിട്ടുള്ള കഥയൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൂടെ നോക്കലടാ. ഇല്ല കുഴപ്പമില്ലല്ലോ. എൻ്റെ മുഖത്തിലേക്ക് വരും. അവിടെ നിന്ന് ഇങ്ങോട്ടാ. ഇവിടെ 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 പോരെ? ലൈറ്റ് മറ്റേ മഞ്ഞ ലൈറ്റ് അല്ലേ ഇത്? റെഡിയാക്കി. എന്തൊക്കെയാ? 120 രൂപ. അത്രേ ഉള്ളൂ. അതിന്റെ വയറെന്തോ വിട്ടുപോയതാണ്. നല്ല ലൈറ്റ്, നമ്മുടെ പഴയ ജിന്ന് തന്ന ലൈറ്റ്. അത് വിലയുള്ള സാധനം. അത് നമുക്ക് ആ ജിന്ന് തന്നതാ. അത് അല്ല, എന്നാലും വിലയുള്ളതല്ലേ? വിലയുള്ള ലൈറ്റാ, കുഴപ്പമില്ല. സോളറല്ലേ? പിന്നെ ബാക്കിയുള്ള പരിപാടി ചെയ്യാം അല്ലേ? ബാക്കിയുള്ള പരിപാടി ഇതിപ്പോ നീ വന്നോണ്ട് എനിക്ക് ആകെ ഒരു തപ്പിപ്പിടുത്തായി. ഇവിടെയാണ് കിടക്കുക. ആ ഷീറ്റ് വിരിക്കും. എന്താ ചോദിക്കാം, നീ കിടക്കണോ? എന്റെ കിടക്കല്ല, വീട്ടിൽ വിളിച്ചു പറടാ. രാവിലെ ഏറ്റവും നല്ല സ്ഥലമാണ് ഇവിടെ. ഞാൻ കിടക്കുന്നില്ല, എനിക്ക് പേടിയാ. വീട്ടിലെന്തായാലും തീരെ വിടൂല. നീ എന്തായാലും വിറക് ഇത് കത്തിക്കട്ടെ. നല്ല വിറക് ഗ്രില്ലല്ലേ? നമുക്ക് വേറെ പരിപാടി ചെയ്യാം. ഗ്രില്ലാണെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അതിനുള്ള വിറകില്ല. അത് അടുപ്പുണ്ടാക്കാനാ? അത്ര റൗണ്ട് വരും, ചെറിയ റൗണ്ട് പോലെ. ഈ വട്ടം കുഴപ്പമില്ല, മതി. ഇത്ര വട്ടം വരാം. ഓ, പണ്ട് ചെറുപ്പത്തിലേ നീ കുറച്ച് അങ്ങോട്ട് ഇരിക്കുവോ? പണ്ട് ചെറുപ്പത്തിലേ തീ കായുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലല്ല, എപ്പോഴും ഞങ്ങളെ വീട്ടിൽ വാപ്പ തീ കായി രാവിലെ. രാവിലെ തലേദിവസം നമ്മള് ഇങ്ങനെ കാറ്റാടിൻ്റെ അല്ല, തെങ്ങിൻ്റെ. നമ്മുടെ അവിടെ കാറ്റാടിൻ്റെ ആയിരുന്നു കേട്ടോ. കുറേ കൂട്ടി വെക്കും. എന്നിട്ട് രാവിലെ അത് നീറ്റ് വന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ. അതിപ്പോഴും ഉണ്ടാ വീട്ടിൽ. ഇവിടെ ഇപ്പോൾ വീടിൻ്റെ അവിടെ തേക്കുണ്ട്. ആ തേക്കിൻ്റെ മരത്തിലെ ഇല ഉണ്ടല്ലോ, അത് ഇവർക്ക് കൂട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ വാരി കൂട്ടി കിട്ടും, അത്രയുണ്ട്. എന്നിട്ട് അത് രാവിലെ തീയിടും വാപ്പ. ആ, നമ്മളെ വീടിൻ്റെ അവിടെ നിനക്ക് അറിഞ്ഞൂടെ? നല്ല തണുപ്പുണ്ട് അവിടെ അല്ലേ? അതൊരു ഓർമ്മ കേട്ടോ, ഒരു ഓർമ്മയായി. ഇപ്പോഴും പല സ്ഥലത്തുണ്ട്. നല്ല തണുപ്പല്ലേ? ഇപ്പൊ തീ വേഗം കത്തിക്കാനാണ് എനിക്ക് തോന്നുന്നത്. നല്ല തണുപ്പായി. എടാ ഡിം ലൈറ്റ് ഓഫ് ആക്കടാ.
രാത്രി പിന്നിട്ടാൽ മതി. അത് രസമല്ലടാ. അത് രസമാണ്. പക്ഷേ അതിലേക്ക് അങ്ങനെ ആ ഭാഗത്തേക്ക് നോക്കാൻ വേണ്ട, അത് മതി. കുഴപ്പമില്ലല്ലോ. എന്നാ കത്തിക്ക്. ഇങ്ങനെയാണോ അതിൻ്റെ പരിപാടി? അതുപോലെ ഇതൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലടാ. ഇത് വേഗം കത്തിപ്പിടിക്കണ്ടല്ലോ. നല്ല പരിപാടിയാണല്ലോ. ഞാൻ 2 കാട കൊണ്ടുവന്നത് ചുട്ടി ഇന്നാന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നല്ല തണുത്ത കാറ്റും ഇതിൻ്റെ ഒരു ചൂടും കൂടി ആകുമ്പോഴല്ലോ. ഇത് കഴുകട്ടെ. ഇവിടെ എന്താ ചെയ്യപ്പോ ചുടാന്? ചുടാനോ? ഈ തീരെ ചുടാൻ പറ്റുമോ? ഓ, ഇത് നല്ല കണലാവുമല്ലോ. ഇത് കണലാവും. ചുട്ടാ ഇതിൽ കണലാവും. കാടയല്ലേ, കുറച്ചല്ലേ ഉള്ളൂ. കാട കുറച്ച് എന്താ മതിയാ? അല്ല, കാട ചെറിയതല്ലേ, അധികം വലിപ്പുണ്ടാവില്ലല്ലോ. ഇതാ ചിക്കൻ പോലെ. അതിനെ നടു പൊളിക്കുക. നടു പൊളിക്കാൻ പറ്റൂല. അപ്പോൾ അതിന് ഇത് കുറയുമല്ലോ. നടു പൊളിച്ചിട്ട് അങ്ങനെ ഗ്രില്ലില്ലേ? അങ്ങനെയല്ലടാ, അതിനെങ്ങനെ നടു പൊളിച്ചിട്ട് അങ്ങനെ സ്ലൈസ് ഇത് എങ്ങനെ വെക്കാന്നാ ചോദിക്കണടാ. ആ, വെക്കാനല്ലേ? വെക്കാൻ ഈ വിറകിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ അന്ന് പോരാ. ഈ വിറകിന്റെ മേളിൽ അങ്ങനെ ഇത് വെക്കുക? അത് തീയില്ല. ഇതിങ്ങനെ കനലാവൂലേ? കനലായി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കാറ്റിന് ഇങ്ങനെ കനലിങ്ങനെ. പക്ഷെ മറ്റേ കോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ സുഖമായിരുന്നു അല്ലേ? കോയിൽ കനലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കനലിന്റെ മുകളിൽ വെച്ചുകൊടുത്താൽ പോരെ? അതില്ല, അങ്ങനെ പറ്റില്ലടാ. നമുക്ക് വേറെ ഐഡിയ ചെയ്യാം. എനിക്ക് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. നമുക്ക് വേറെ ഐഡിയ ഇതിനെ അറിയുള്ളൂ, ഇതൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് വേറെ ഐഡിയ. ഈ ചട്ടിയിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. എണ്ണ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ മതില്ലേ? കുക്കിങ്ങിന്റെ ആള് ഇവനാണ്. എന്തെങ്കിലും കഴുകട്ടെ. പോകയില്ല കേട്ടോ. ഇതിന് വെള്ളമായിരുന്നടാ. അല്ലെങ്കിൽ ഇത് ഓട്ടയായി പോടാ. വേണ്ടോ? അതില് ബാഗാണല്ലേ? ബാഗാണല്ലേ? 1000 കോഴിക്ക് അരക്കാടാണ്. 1000 കോഴി അരക്കാട മതി. അരക്കാട മതി. പിന്നെ ഈ കോഴി കഴിക്കുന്ന ഒരാൾക്ക് ഈ കാട കൊടുത്തിട്ടുണ്ട്. അതെനിക്കറിയില്ല. എടാ, തീ കത്തി തീരണ്ടായിട്ടോ, വേഗം നോക്കടാ. എല്ലാം കത്തിച്ച് കളയല്ലേ? കത്തിച്ച് കളയ പറഞ്ഞാൽ ഇത് നല്ല കത്തുന്നുണ്ട്, വേഗം കത്തി തീരും. നല്ല വെളിച്ചുണ്ടല്ലോ ഇപ്രാവശ്യം. സോയ സോസ് വയ്ക്കട്ടെ. പറഞ്ഞോ, നീ പറഞ്ഞോ. ഇപ്രാവശ്യം നല്ല തണുപ്പാണ്. നവംബറിൽ നേരത്തെ തന്നെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഇവൻ്റെ ഇപ്പോൾ ഒരു ക്യാമ്പിംഗ് വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് ഈ ഒരു ഫീൽ കിട്ടിയില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അന്ന് തണുപ്പ് കുറച്ച് കുറവായിരുന്നു. തണുപ്പ് കുറച്ചല്ല, തണുപ്പില്ലായിരുന്നു. ഇപ്പോൾ നല്ല തണുപ്പ്, നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. ഈ തീ ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഇരിക്കണം. ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ ഭയങ്കര കാറ്റുമാണ്. കാറ്റും ഭയങ്കര തണുപ്പും, തണുത്ത കാറ്റ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ തീ കായാൻ നല്ല സുഖമുണ്ട്. അന്നത്തെ പോലെയല്ല. അതെന്താ ഉപ്പിന് പകരം പഞ്ചസാര എടുത്തുകൊണ്ട് വന്ന് അവിടെ ഉപ്പിൻ്റെ പാത്രം എടുക്കുക. പൊന്നെ, ഈ പഞ്ചസാര ഇഷ്ടമാണോ? ഇതാണോടാ? തുറക്ക്. ഞാനപ്പോൾ എന്തൊക്കെ ഇട്ടെന്നറിയോ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് സോയാ സോസ്, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഉപ്പ് ഇട്. ലാസ്റ്റ് പറഞ്ഞ ഓർമ്മ ഉണ്ട്, വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാറ്. ഉപ്പ് മാത്രം ഓർമ്മ ഉണ്ട്. പോരടാ, ഇത്ര പോരാ. എന്നിട്ട് ഫോൺ അടിക്കണ്ട. ഉപ്പ് കൈ കൊടുക്കാൻ പാടില്ല എന്താ പറയാ? കയ്യിലല്ലോ. ഇത് കയ്യിലല്ലേ? കൈ കൊടുത്താൽ ഫോൺ അടിക്കണ്ട. കൈ കൊടുത്താലേ എന്തൊരു വിശ്വാസം പറയുന്നത്. കൈ കൊടുത്ത അമ്മ ചീത്ത അറിയും. ഇത് പോരെ, സെറ്റായി പോരെ? മതി മതി. ഇതിപ്പോ കാട നീ തിന്നൂലല്ലോ അല്ലേ? ഓക്കെ അല്ലേ? വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ജിഞ്ചർ പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ സോയാ സോസ്, പിന്നെ ഉപ്പ്, ഇതെല്ലാം കൂടി കൂട്ടി തിരുമ്പ. ചിക്കൻ മസാല ഇടണം അല്ലേ? എത്ര എണ്ണം എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇത് പഠിച്ചു വരുന്നത് അറിയില്ല, വെറുതെ പറയാട്ടോ. ഇതൊക്കെ ആവുമ്പോൾ പറഞ്ഞു കേട്ടിട്ട് പറയാം. ചെയ്തു നോക്കാനും മക്കൾ.
പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാനേ ഒരു രസമാണ്. അല്ലാതെ ഇപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കും. ഉണ്ടാക്കുന്നവരുണ്ടാവും, എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ തോന്നില്ല. അപ്പോൾ നമ്മുടെ ചട്ടി വെക്കാം പോരെ? ആ ഇപ്പോൾ കത്തുന്നുണ്ട്. അടിപൊളി സെറ്റല്ലേ? എണ്ണ തൊഴിക്കി. വെളിച്ചെണ്ണ നെയ്യിനെക്കാട്ടിലും വില ഇപ്പോൾ. വേറെ ഒഴിച്ചോ, അല്ലാണ്ട് ഇപ്പോൾ വേറെ നിവൃത്തിയില്ല. ഒഴിച്ചോ. മുങ്ങണം. മുങ്ങണ്ട, ആ മതി, ഇത്ര മതി. ഇനി അടച്ചു വെച്ചിട്ടാണ് നമ്മൾ വേവിക്കുക. ഈ എണ്ണയിൽ അടച്ചു വെച്ചിട്ടാണ് വേവിക്കുക. അങ്ങനത്തെ പരിപാടി നീ കണ്ടിട്ടില്ലല്ലോ? എണ്ണയിൽ അടച്ചു വെച്ചിട്ട് എടാ, ഇത് നമ്മളിപ്പോൾ ഇതിനകത്ത് ഇടും. എന്നിട്ട് നമ്മൾ ഈ കാട ഇതിനകത്ത് ഇടും. എന്നിട്ട് നമ്മൾ സാധാരണ വറക്കൂലേ? സാധാരണ വറക്കുമ്പോൾ എണ്ണ ഇങ്ങനെ കിടന്ന് പൊരിയുന്ന കാണാൻ. അതിന് പകരം നമ്മൾ അടച്ചു വെക്കും. അടച്ചു വെച്ചിട്ട് വേവിക്കും. അപ്പോൾ അടിയിലിങ്ങനെ വേവും ചെയ്യും, പുറവും വേവും. വേറൊരു മെത്തേഡാ. നീ തീ കത്തിക്ക്. ഓടക്കോയിലുണ്ട്, ഓടക്കോയിൽ. ടോർച്ചിൻ്റെ ഇത് ഊരിയിട്ട് ഇങ്ങനെ പിടിച്ചാലോ? വേണ്ടേ, വെറുതെ ഊതിയാൽ മതിടാ, കത്തൂലേ? നീ കടന്ന് ചിന്തിക്കാൻ തുടങ്ങിയില്ലേ? ഇതിപ്പോൾ കടന്ന് ഊതണം, കടന്ന് ചിന്തിച്ചിട്ടില്ലേ? എവിടെ ഞാൻ പറയാം, കടന്ന് ചിന്തിക്കണം എന്ന് പറയാനേ. അപ്പോൾ ഇതിവിടെ കടന്ന് ഊതണം, അതാണ് പ്രശ്നം. പറയോ, ഞാൻ ഊതിക്കോളാം. അതാ കല്ല്, അടുപ്പിൻ്റെ കല്ലൊക്കെ കളകുന്നു. മതി. കണ്ണൊക്കെ നോക്ക്. നീ ഒരു കാര്യം ചെയ്യും, ആ കസേര ചെയർ സ്റ്റൂളുമ്മ കയറിയിരിക്കും. എന്നിട്ട് നിന്റെ ഫോൺ എടുക്ക്. ഫോൺ എടുത്തിട്ട് എൻ്റെ വീഡിയോ എടുക്ക്. എൻ്റെ വീഡിയോ എടുക്ക്. ഏത് വീഡിയോ എന്നറിയോ? പിന്നെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോ എടുക്ക്. അത് ഞാനും സൽമയും കൂടി ഉള്ള വീഡിയോ. എടാ അത് ചൂടായി, ഞാൻ ഇടട്ടെ? ചൂടാകുമ്പോൾ അതിങ്ങനെ വരൂടാ? വരാനൊന്നുമില്ല, വെള്ളമൊന്നുമില്ല അതിൽ. ഇതുണ്ടോ? വരും. ഇടട്ടെ? മുങ്ങൂലല്ലോ. മുങ്ങണ്ട, മതിയില്ലടാ. നീ എന്താ പറഞ്ഞ, നിന്റെ ചാനൽ എടുക്കാനോ? ചാനൽ എടുത്തിട്ടേ എൻ്റെ സുഹൃത്തുക്കൾക്ക് കുറച്ച് ഹായ് പറയാനുണ്ട്. എല്ലാവരുടെ പേരും ഒന്ന് നോക്ക്. ഇവിടെ വെള്ളം ഉണ്ടല്ലോ അല്ലേ? നോക്കണേ. ഇതുകൊണ്ട് അടച്ചു വെക്കട്ടെ. അയ്യോ, അടച്ചു വെക്കാം. ഒന്ന് വിളിക്കുന്നു. ഫോൺ അടിക്കുന്നു, എടുത്തോ. ആരാ? കുറേ കാലമായതല്ലേ. നീ കമൻ്റ് എടുക്ക്. സൂപ്പർ വീഡിയോ ഇക്ക, അടിപൊളിയാണ്. എൻ്റെ മോനും ഒരു ഹായ് പറയണേന്ന്. പേര് മോനും ഞാനും കൂടിയാണ് വീഡിയോ കാണുന്നത്. മോൻ്റെ പേര് വിശാൽ വിഷ്ണു. ഹായ് വിശാൽ വിഷ്ണു. ഞാൻ ഇപ്പോഴാണ് എല്ലാ കമൻറ്റും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവൻ്റെ ഫോൺ ഇപ്പോൾ കയ്യിലുണ്ടല്ലോ. വിശാൽ വിഷ്ണുവിന് ഒരു ഹായ്. വിശാൽ വിഷ്ണുവിന് ഒരു ഹായ് കേട്ടോ. ഹായ്. പിന്നെ ഉള്ളതാരാ? വീഡിയോ സൂപ്പറാണ്, അടിപൊളിയാണ്. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞാണ് എത്തിയത്, ഇപ്പോഴാണ് ഫ്രീ ആവുന്നത്. അത് നമ്മുടെ ദുബായിലുള്ളൊരു ഫ്രണ്ടാണ്. പിന്നെ ശ്രീകാന്ത് എവിടെ? ഹായ് ശ്രീകാന്ത്. പിന്നെ ബർഗറും ബ്രോസ്റ്റും അൽഫാമും കഴിച്ചു. ചേമ്പ് നോക്കി വായിൽ വെള്ളം. ചേമ്പടാ, ഞാൻ ചേമ്പുണ്ടാക്കിയില്ലേ ഈ വീഡിയോയില്? ചേമ്പ് പുഴുങ്ങിയില്ലേ? ചേമ്പ് കണ്ടിട്ട് വായിൽ വെള്ളം ഒലിപ്പിച്ച് നിൽക്കുകയാണ്. അതാരാന്നറിയാം? ഹാർപ്പിക് ഹുസൈൻ. അടുത്തത് തോട്ടിലെ മീൻ കാട്ട് കേങ്ങ്. ആഹാ, എന്താ അന്തസ്. ഇതാരാ? മുഹമ്മദ് അലി. പിന്നാരാ? ഇക്ക ഐ ലവ് യു റീ യുവർ വീഡിയോസ് ആൻഡ് യുവർ ഫാമിലി ആൻഡ് ഹൗ. ആരാണ്? സ്പോർട്സ്. ഇംഗ്ലീഷ് എനിക്ക് വായിക്കാൻ പറ്റില്ല, നീ വായിച്ചാൽ മതി. പേര് വായിക്കി. റോയ് ജോൺ ആണേ. പാലത്തിങ്കൽ സെയ്തലവി. നമ്മുടെ സെയ്തുക്ക പറയുന്നുണ്ട് നൗഷു സൂപ്പർ എന്ന് പറയുന്നുണ്ട്. പാലത്തിനടുത്ത്. ശരി. ഹായ് സെയ്തുക്ക. പിന്നെ അടിപൊളി എന്ന് പറയുന്നുണ്ട്. കുറേ വായിക്കാനുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് ഓരോ വീഡിയോസും, അടിപൊളിയാണ്, സൂപ്പർ. അടുത്ത പ്രാവശ്യം ഒരു ഹായ് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആരാത്?
അഞ്ജു കൃഷ്ണ. അഞ്ജു കൃഷ്ണൻ ഹായ് കേട്ടോ. പിന്നെ സൽമാ പെണ്ണിന് ഒരു ഹായ്. അതാരാ? സുന്ദരി. അതാരാ? വാസന്തി ഗോവിന്ദൻകുട്ടി. വാസന്തി ഗോവിന്ദൻകുട്ടി അല്ലേ? സൽമക്കുട്ടിക്ക് ഹായ് കേട്ടോ. സൽമക്കുട്ടി ഇവിടെയാണല്ലോ അല്ലേ? സ്റ്റാർട്ടിങ് മുതലേ ഉള്ള ആളാണ് ഒരു ഹായ് എന്ന് പറയുന്നത്. ആരാണ്? അൽ അമീൻ സൈനുദ്ദീൻ അല്ലേ? സൈനുദ്ദീൻ നസീമ. അലമീൻ സൈനുദ്ദീൻ നസീമ ഹായ്. ഇത് നമ്മുടെ ട്രാവലി ബൈജിൻസ് അടിപൊളിയാന്ന് പറയുന്നുണ്ട്. ട്രാവലി ബൈജിൻസ് നമ്മുടെ ഭയങ്കര ഒരു ആരാധകനാട്ടാ. പണിക്കാരൻ്റെ വീടും പരിസരവും വീഡിയോ ഒന്ന് ഇടണം എന്ന് പറയുന്നുണ്ട്. ഇടാട്ടോ, തീർച്ചയായിട്ടും ഇടാം. എന്നെയും മറന്നു, ഞാൻ നിങ്ങളുടെ സ്വന്തം അയൽവാസിയായ ജാഫർ കൽപ്പറ്റ. ആയ് ജാഫർക്കാ. ഇതാ പിന്നെ ഒരു കമന്റ്, കുട്ടൻ രാജു. സന്തോഷം കഴിക്കണം. കുട്ടൻ രാജു, ഞാൻ മോനും കൂടെ വീഡിയോ കാണുന്നത്. ഞാൻ ഹായ് പറഞ്ഞിരുന്നു കേട്ടോ, മറന്നതല്ല കേട്ടോ. പിന്നെ ചേട്ടാന്ന് സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്. കുട്ടിച്ചാത്തൻ സ്നേഹത്തോടെ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട്. സ്നേഹം കൊടുത്തോളൂ കുട്ടിച്ചാത്തൻ. കാട്ടുചേമ്പ് തോട്ട് മീൻകറി നമ്മള് താനൂരുകാരൻ കോയ. ഹായ്. താനൂരുകാരൻ കോയ. അതെ, താനൂരുകാരൻ കോയക്ക ഹായ്. പിന്നെ നമ്മളൊരു പഴയ ആൾ കേട്ടോ, അതായത് കണ്ണൻ KS സൂപ്പർ ഇക്ക അടിപൊളി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പഴയ ഒരാളാണ്. ജിഷ്ണുവിൻ്റെയും പിന്നെ ഈ അനീഷിൻ്റെ ഒക്കെ പോലെ ഒരുപാട് പേരുണ്ട്. അതിലൊരാളാണ് കണ്ണൻ. എടാ ഞാൻ ഇതൊന്ന് നോക്കട്ടെ, നീ കമൻറ്റുകൾ നോക്കിട്ടോ. ഈ കുറഞ്ഞപ്പോഴേ തണുപ്പ് എല്ലാം വരുന്നുണ്ട്, ചൂട് കുറവ്. സ്പൂണോടെ നല്ല തണുപ്പാണേ. പുക. അത് കൈ കൊണ്ടെടുത്ത് മറച്ചാൽ മതിയാ. അത്ര ചൂടുണ്ടോ ഇല്ലേ? ഇനി പറ. എവിടെയാണ് നിർത്തി? കണ്ണൻ്റെ ഇട്ടിട്ടാ നിർത്തി. ഇതേ അബ്ദുൽ ജലീൽ മലപ്പുറം ഹായ്. അബ്ദുൽ ജലീലൊക്കെ നമ്മുടെ പഴയ ആളാട്ടോ. പിന്നെ പ്രീത, ഇതാടാ പ്രീത ചേച്ചി. ഈ പ്രീത ചേച്ചിയൊക്കെ നമ്മുടെ പഴയ ആളാട്ടോ. പ്രീത ചേച്ചി പറയുന്നുണ്ട്, പ്രീത വിഷ്ണു എന്നാട്ടോ പേര്. ചേച്ചി പറയുന്നുണ്ട് ഞാനും ഈ മോനും കൂടിയാണ് വീഡിയോ കാണുന്നത്. മോൻ്റെ പേര് വിശാൽ വിഷ്ണു എന്നാട്ടോ. വിശാൽ വിഷ്ണു ഹായ് ട്ടോ. ഹായ് വിശാൽ വിഷ്ണു. ചേച്ചിയൊക്കെ ഒത്തിരി നാളുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്നതാണ്. പിന്നെ അൻസിൽ പറയുന്നുണ്ട് ഓർമ്മയുണ്ടോ ബ്രോ എന്ന് ചോദിക്കുന്നുണ്ട്. അൻസിലെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. പിന്നെ ഷാജി ഷംസുദ്ദീൻ പറയണു ഇതുപോലുള്ള സ്ഥലങ്ങളിൽ സൽമയെ കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്, അതായത് കാട്ടിലൊക്കെ. ഇതേടാ ഫ്രം ഇംഗ്ലണ്ട്. അടുത്ത വട്ടം വരുമ്പോൾ ഹായ് പറയണേ. അടുത്ത വീഡിയോയിൽ ഹായ് പറയണമെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ നാട്ടിൽ വരുമ്പോൾ കാണണം. ഞാൻ കാണാൻ തീർച്ചയായും കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ഇംഗ്ലണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്ന ഇംഗ്ലണ്ട് ആണോ എന്ന് അറിയില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ അവിടെ നമ്മുടെ ചേട്ടൻ്റെ കടയിൽ മീനങ്ങാടി നിൽക്കുമ്പോഴേ ഒരു ഇംഗ്ലണ്ടിലുള്ള ഒരാൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞറാ. ഇനി അയാളാണെങ്കിൽ ഹായ് പറയണം കേട്ടോ, അയാളാണെന്ന് പറയണം കേട്ടോ. ഇതെന്താടാ ഫൈസൽ KP അല്ലേ? ഫൈസൽ KP പറയണു ഞാൻ കുവൈത്തിൽ നിന്നാണ്, ഒരു ഹായ്. ഹായ് ഫൈസൽ KP ഹായ്. ഇത് പിന്നാരാ? അനീഷ് അനി പറയുന്നുണ്ട് വീഡിയോ അടിപൊളിയാണ്, എനിക്കും ഒരു ഹായ് തരുമോന്ന്. അനീഷ് ഹായ് ട്ടോ. ഹായ് അനീഷ് അനി. പിന്നെ അൻവർ പറയുന്നു പ്രിൻസ് മാത്രമല്ല ഞാനും പറഞ്ഞിരുന്നു കുവൈത്തിനെ വിട്ടു. കുവൈത്തിനെ വിട്ടതല്ല, മറന്നതാട്ടോ. ഇന്നത്തെ വീഡിയോ പൊളിച്ചു ബ്രോ, എൻ്റെ പേര് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ചേമ്പും മീനും സൂപ്പർ. മാനന്തവാടിക്കാരൻ ഹായ്. നമ്മളെ മാനന്തവാടിക്കാരൻ ശ്രീജിത്ത് ഹായ്. ശ്രീജിത്ത് അവിടെ ഇരിക്കട്ടെ. മലയാളം ടൈപ്പിംഗ് ആയിരുന്നു കുറച്ചും കൂടി നന്നായിരുന്നു. വോയിസ് ഇട്ടിട്ട് മലയാളം ടൈപ്പിങ്ങിൽ വിട്ടാൽ മതി. ഇംഗ്ലീഷ് ആകുന്നത് കൊണ്ടാണ് ബുദ്ധിമുട്ട്. ഇതെന്താണ്? അനൂപ് NP. അനൂപ് NP. ഞാൻ ഐവറി കോസ്റ്റിലാണ്. വീഡിയോ ഇപ്പോഴും കാണാറുണ്ട്. നാട്ടിൽ വന്നാൽ കാണണം. ഇത് നമ്മുടെ അനൂപല്ലേ? ഏതനൂപ്? ഇത് എനിക്ക് എന്നും കമന്റ് ചെയ്യണം അനൂപാണ്. അല്ല ഈ ഐവറി കോസ്റ്റാ? എന്താ മനസ്സിലായില്ല. അതെന്ത് കൺട്രിയാണോ? അറിയില്ല. അനൂപ് അടുത്ത വീഡിയോയിൽ നമുക്ക് കമന്റ് ചെയ്യട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ധന്യ ബ്യൂട്ടി പറയണു വീഡിയോ അടിപൊളി എന്ന് പറയുന്നുണ്ട്. തേജസ് സ്മിത്ത് പറയണു ഫ്രം കൊല്ലം കൊട്ടാരക്കര. കൊട്ടാരക്കരയാണല്ലേ തേജസ്? ഹായ് തേജസ്. തേജസ് സ്മിത്തു
അടുത്ത വീഡിയോയിൽ എനിക്കൊരു ഹായ് തരാൻ പറയുന്നുണ്ട്. സൗദിയിൽ നിന്നാണ് കാണുന്നത്. കരീം ക. ഹായ് കരീം ക, സൗദിയിൽ നിന്ന് കരീം ക, ഹായ്. പിന്നെ ദേവസ്യമംഗലത്ത് നമ്മുടെ സ്ഥിരം ഒരാളാട്ടോ, പണ്ട് മുതലേ ഉള്ള ആളാണ്. എൻ്റെ വീഡിയോക്കൊക്കെ കമന്റ് ചെയ്യുന്ന ഒരാളാണ്. പുള്ളിക്കൊരു ചാനലുണ്ട്, ദേവസ്യമംഗലത്ത് മംഗലത്ത് നിന്നാണ് പേര് കേട്ടോ. അതൊന്ന് നോക്കി നോക്കണം കേട്ടോ, കമന്റിലുണ്ട്. പിന്നെ കുവൈത്തിൽ നിന്നും ഫൈസൽ വളാഞ്ചേരിക്കാരൻ, ഹായ്. വളാഞ്ചേരിക്കാരൻ ഹായ് കൊടുക്ക്. ഹായ് വളാഞ്ചേരിക്കാരൻ ഫൈസൽ. പിന്നെ റാഹിത്ത് നമ്മുടെ ഒരു സുഹൃത്ത് പറയുന്നുണ്ട്, കൊല്ലത്തുനിന്ന് പുല്ലൂരുള്ള സ്ഥലത്താണ്. പിന്നെ എനിക്കും ഹായ് പറയണം എന്ന് പറയുന്നുണ്ട്. ഒത്തിരി നാളുകൊണ്ട് നമ്മുടെ പഴയ വീഡിയോ ഒക്കെ കാണുന്ന ആളാട്ടോ. പിന്നെ അടുത്തത് ബാബു യോവൽ എനിക്കൊരു ഹായ് എന്ന് പറയുന്നുണ്ട്. ബാബോട്ടാ ഹായ് കേട്ടോ. പിന്നെ ഷാജി കവല ഷാജി എന്ന് പറഞ്ഞിട്ട്, ഞാനും ഫാമിലിയും കൂടിയാണ് തുടക്കം മുതലേ വീഡിയോ കാണാറുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് ചിരിച്ച് അതുകൊണ്ടല്ല ഈ ഒരു പേര് തന്നെ വായിക്കാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കവല ഷാജി എന്ന് വായിക്കുമ്പോ തന്നെ. അടുത്ത വീട്ടുപേരോ പിന്നെ 2 പ്രാവശ്യം എഴുതുന്നത് പണിക്കാരൻ തന്നെ എഴുതുന്നുണ്ടോ? ശരി കേട്ടോ, ഇതില് കുറ്റം പറയല്ല കേട്ടോ, ഒരു മിസ്റ്റേക്ക്. സോറി, അങ്ങനെ വിചാരിക്കരുത്. ഷാജി കവല ഷാജി, പിന്നെ ഒരു കവല കൊടുക്കുന്നത്, പിന്നെ ഒരു കവല, അങ്ങനെ ഷാജിന്നും 2 വട്ടം കവലാന്നും 2 വട്ടം. അപ്പോൾ വായിക്കാൻ കൂട്ടി വായിക്കുമ്പോൾ അത് ചിലപ്പോൾ മെയിൽ ഐ ഡിയുടെ ഇതായിരിക്കും. അങ്ങനെ വിചാരിക്കരുത്, തമാശയായിട്ട് പറഞ്ഞാണ്. ഈ വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ഐ ഡിയിൽ അങ്ങനെ വരുന്ന സമയത്ത് അത് അടുപ്പിച്ച് 2-3 പ്രാവശ്യം കാണിക്കുന്നതാണ്. അത് എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? അത് മെയിൽ ഐ ഡി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ 2 പ്രാവശ്യം പേര് ചിലപ്പോൾ മെയിൽ ഐ ഡി വരുമ്പോഴേ, ഇപ്പൊ സതീഷ് പി യു എന്ന് നീ കൊടുത്തില്ലേ, അതുപോലെ സതീഷ് പി യു പുളിക്കൽ എന്നും കൊടുത്തിട്ടില്ലേ നീ, അതുപോലെ സതീഷ് പി യു പുളിക്കൽ എന്തിനാ സതീഷ് പുളിക്കൽ പോലെ? അത് 2 വേർഡല്ലേ? അതിന് അതുപോലെ 2 വേർഡായിരിക്കും. ഇത് വരുമ്പോ കൂട്ടിയാണ് വരിക. ഇത് ഷാജി കവല ഷാജി, എക്സാമ്പിൾ ഷീബ കണ്ടാ, അത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അടിക്കുമ്പോൾ ഒരുമിച്ചാണ് ഇത് വരിക. ഈ ഷീബ നമ്മുടെ UK ലുള്ളൊരു ഭയങ്കര ഒരു ഫ്രണ്ടാണ് കേട്ടോ. പിന്നെ വീഡിയോ സൂപ്പറാണ്, എനിക്കൊരു ഹായ് തരുമോ? ദുബായിൽ നിന്നും നൗഷാദ്. ഞാനും നൗഷാദാണ് കേട്ടോ. ഇതാ നമ്മുടെ ഷിഹാന. ഹായ് ഷിഹാന. ഇനി അടുത്തത് എടാ ചിക്കൻ നോക്ക്, കുറെ നേരമായി. ഇത് ഓർമ്മ നോക്കണം കേട്ടോ. ഇത് എവിടെ വരെ? ജിഷ്ണുവിന്റെ വരെ കേട്ടോ. തണുക്കുന്നുണ്ടടാ, നല്ല തണുപ്പുണ്ട്. ഇത്രയും തീ കത്തിയിട്ടും കൂടി ഇവിടെ ചൂടുണ്ടായിട്ടും കൂടി തണുപ്പ് മാറുന്നു. മാസം ആയില്ലടാ. അല്ല, എനിക്കൊരു സംശയം. നീ ഇങ്ങനെ കമന്റ്സ് ഇങ്ങനെ ഫുള്ള് വായിച്ചിട്ടേ, കമന്റ് ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ അത് ലെങ്ത്ത് കൂടൂലേ ഒരുപാട്? ഇപ്പോൾ കമന്റ്സ് വായിക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെയും വായിക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ വായിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരെ വായിക്കാതെ വിഷമമാവും ചെയ്യും. പക്ഷെ എന്ന് വെച്ചിട്ട് അതിപ്പോൾ മുഴുവനും വായിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ കൊണ്ട് ഈ കട്ട് ചെയ്തിട്ട് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യും? നീ വായിക്കണ്ട കുറെ. അതാ ഞാൻ ചോദിക്കുന്നത്. ഇത് വായിക്കാതിരിക്കാൻ പാടില്ല, വായിക്കണം. പക്ഷെ എല്ലാവരുടെ വായിക്കാനും കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? വായിക്കണേ, അതിനല്ലേ ഹായ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. വായിക്കണം. പക്ഷെ അപ്പോൾ നിനക്ക് ഇതെല്ലാവരുടെയും വായിച്ചു കഴിയുന്ന സമയത്ത് നിനക്കിത് ലെങ്ത്ത് ഒരുപാടാവൂലേ? ഇനി വീഡിയോ ഇതിൻ്റെ ബാക്കി ഇത് ഉണ്ടാക്കണം, കഴിക്കണം, നീ അവിടെ കിടന്നുറങ്ങണം, ഇതൊക്കെ വേണ്ടേ? കമൻസ് വായിക്കണ്ടെന്നല്ല പറയുന്നത്, വായിച്ചില്ലെങ്കിൽ അവർക്ക് വിഷമാവും. ഇപ്പം എന്തായാലും ഇപ്പോൾ അത് മുഴുവൻ വായിക്കാനും പറ്റില്ല. പക്ഷെ വായിച്ചിട്ടില്ലെങ്കിൽ അതൊരു അവർക്ക് വിഷമാവുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അവരെ അപ്പോൾ ഒരു വഴിയേ ഉള്ളൂ. ഞാനത് പറയട്ടെ. എവിടെ ക്യാമറ? എന്താ അറിയോ, എനിക്ക് ഞാനിപ്പോൾ ഇവരോട് പറയുമ്പോൾ നിങ്ങൾ എന്നോട് പരിഭവം വിചാരിക്കരുത്. ഞാനപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം. എൻ്റെ ഒരു ഐഡിയ ആണ് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഒരുപാട് 400 ചില്ലും കമൻസ് അതിൽ കാണുന്നുണ്ട്. ഇതിൽ ഹായ് തരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഞാനാണെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് എനിക്കത് മറുപടി കിട്ടിയില്ലെങ്കിൽ എനിക്കത് വിഷമാവും. അപ്പോൾ വിഷമിക്കരുത് ആരും ഒരിക്കലും. അപ്പോൾ അത് നമ്മുടെ ഈ അവസ്ഥ മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. എൻ്റെ അവസ്ഥയും കൂടി മനസ്സിലാക്കണേ. തീർച്ചോന്നോ? അവിടെ എണ്ണ ഈടോപ്പള്ളിയാ? ഇല്ല, പൊള്ളിയിട്ടില്ല. നല്ല നോക്ക്, തെറിച്ചിട്ടോ? നോക്ക് തുടക്കി. എൻ്റെ മോനെ,
ഇമ്മാർ ചെറുക്കിലെ കിട്ടോ കണ്ണാടി വെക്കട്ടെ. ഭാഗ്യമുണ്ട് കേട്ടോ. ഇവിടേക്കാ തെറിച്ചത്, അത് കണ്ണിലേക്കായിരുന്നെങ്കിലോ കണ്ണുകൂട്ടിയാനെ. നീ അടച്ചു വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയാൽ മതി, തുറന്നു വെക്കണ്ട. നേരത്തെ നീ പറഞ്ഞു, ഞാൻ പറഞ്ഞു അടച്ചു വെച്ച് ഇത് അടച്ചു വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം. ഇത് കാരണം ഇത് എണ്ണ നിറച്ച് വെച്ചിട്ടില്ല, പൊട്ടി തെറിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ അറിയോ, ഇവൻ ഈ 1400 ചില്ലാനും കമൻസിൽ എന്തായാലും അതിൽ ഒരു ഹായ് പറയാൻ വേണ്ടി പറയുന്നത് ഒരു 100 ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ പുതിയ ആളുകൾക്ക് ഇവൻ ഹായ് തിരിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ അതെല്ലാവർക്കും വിഷമാവും. 10 പേർക്ക് വായിച്ചു കഴിയുമ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോ. ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവനത് മുറിച്ച് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളതും കൂടി വരുന്ന സമയത്ത് ഇവൻ്റെ വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവനോട് സംശയം ചോദിച്ചാണ്. ചോദിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു വിഷമമുണ്ടാവും, എൻ്റെ ഇത് വായിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കൊണ്ടാണ് നിർത്തിപ്പോയതെന്ന്. അങ്ങനെയും വിചാരിക്കരുത്. എടാ മുത്തു AFM ട്രാവൽ. ഹായ് മുത്തു, AFM ട്രാവൽ. പിന്നെ നമ്മുടെ ചങ്ക്, നമ്മുടെ മുത്തു. ഇക്കാടെ എല്ലാ വീഡിയോയും കാണുന്നു പറയുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും. മുത്തുവിനെ ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. മുത്തുവിൻ്റെ ചാനൽ എല്ലാവരും പോയി ഒന്ന് കാണണം കേട്ടോ, നല്ല ചാനലാണ്, നല്ല രസമാണ്, നല്ല ചിരിയാണ്. മുത്തുവിൻ്റെ ചിരി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇത് അടുത്ത ആള് മലപ്പുറം ജിതിൻ, മലപ്പുറം പാണ്ടിക്കാട് കൊടശ്ശേരി സ്വദേശിയാണ്. നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. താങ്ക് യു. കൊടശ്ശേരി മുത്തു ഹായ്. കൊടശ്ശേരി മുത്തു അല്ലടാ, കൊടശ്ശേരി ജിതിൻ. മുത്തുവിൻ്റെ മനസ്സിന്ന് മാറിയില്ല, അതാണ് ജിതിൻ ഹായ്. പിന്നെ ഇത് സതീഷ് കൊല്ലം. ഹായ് സതീഷ് ചേട്ടാ. സതീഷ് ചേട്ടൻ ദുബായിലാണ്, അടിപൊളി എന്ന് പറയുന്നുണ്ട്, ഹായ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫഹദ് എനിക്കൊരു ഹായ് തരണം എന്ന് പറയുന്നുണ്ട്. ഫഹദേ ഹായ് കേട്ടോ. പിന്നെ ഒരുപാട് പേരുണ്ട്, ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ പറയുക, ബാക്കി അടുത്ത വീഡിയോ പറഞ്ഞാൽ മതിയോ? എന്നാലും ആ ഹായ് പറയുന്നതിന് പ്രാധാന്യം കൊടുക്ക്. ഹായ് എല്ലാവർക്കും ഹായ് പറയാൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരും പേരെടുത്ത് പറയണം. അതിന് നമുക്ക് നീ ഒരു കാര്യം ചെയ്യാം, എല്ലാവർക്കും നീ എന്തായാലും റിപ്ലൈ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ ഒരു ഭാഗമായിട്ട് യൂട്യൂബ് തന്നെ ഇവന് മെയിൽ അയച്ചിരിക്കുന്നത് എല്ലാ കമൻസിലും നന്നായിട്ട് ഒരു സന്തോഷ വാർത്ത കേട്ടോ. നമുക്ക് യൂട്യൂബ് തന്നെ ഒരു കമൻ്റ് ആയിട്ട് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമല്ലേ. നമ്മളെ കർണാടക ചെക്കു ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് ചെക്കു ഹായ്. പിന്നെ ഇത് നമ്മുടെ ലതച്ചേച്ചി പറയുന്നുണ്ട്, നൗഷു ഈറ്റക്കാടുകളിൽ തങ്ങരുത് എന്ന് പറയുന്നുണ്ട്, ഇഴജന്തുക്കൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അഖിൽ തോമസ് പറയുന്നുണ്ട്, ബ്രോ നല്ല വീഡിയോ, സൂപ്പർ, അടുപ്പ് സൂപ്പർ, 2 ദിവസമുള്ള ക്യാമ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അഖിൽ പറയുന്നത് 2 ദിവസമുള്ള ക്യാമ്പ് ചെയ്യാം. അഖിലേ ഹായ്, 2 ദിവസം ഉള്ള ക്യാമ്പ് അല്ലേ. ഇനി നമ്മുടെ ചിക്കൻ നോക്കട്ടെ കേട്ടോ, ബാക്കി എന്നിട്ട് പറയാം. ആദ്യം മുഖത്തേക്ക് തീർക്കായിരുന്നു, ഇവിടെയൊക്കെ നീർന്നുണ്ട്. സാറില്ല, എന്ത് ചെയ്യാനാ, വരാനുള്ള വഴി തങ്ങൂലല്ലോ. കഴുത്തിനെ തങ്ങിയത്. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശമൊക്കെ ആയ ലക്ഷണം ഉണ്ട് ഇല്ലടാ. ഇത് മതി. ഇനി കരിഞ്ഞോ ഇല്ലല്ലോ. കരിഞ്ഞോന്നൊരു സംശയം ഇല്ലല്ലേ. ഇല്ല, അത് കരിയില്ല. എങ്ങനെ കരിയാനാ? അത് ഇത്ര എണ്ണയിൽ കിടക്കുമ്പോൾ കരി എങ്ങനെ? അടിപൊളി, നന്നായിട്ട് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് വെളിച്ചെണ്ണ വെച്ചാൽ മതി. എന്തിന് പൊള്ളിയാൽ അത്രയ്ക്കും പൊള്ളിയോ? നീറുന്നുണ്ട്. അത് സാറില്ലടാ, നീ ഇതിനുള്ള മരുന്നും കൂടി കൊണ്ടുവെക്കണം കേട്ടോ. ഇങ്ങനെയുള്ള ഈ പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് മരുന്ന് തേക്കാനുള്ളത് എന്തെങ്കിലുമൊക്കെ കൈയൊക്കെ പൊള്ളി കഴിഞ്ഞിട്ട് തേക്കാൻ വേണ്ടിയിട്ടുള്ള. തീനെടുത്തല്ലേ കളി? തീനെടുത്തിപ്പോൾ ഒരു ചായ വെക്കണതല്ലേ? അതെ, പൊട്ടിത്തെറിച്ചാണ്ടില്ലേ? സാറില്ല, വേനെടുക്കണ്ട. ഇല്ലല്ലേ, കുഴപ്പമില്ല. ഭാഗ്യം കേട്ടോ മുഖത്ത് കേൾക്കാതെ. ഒന്നും തെറിക്കില്ലടാ. നീ കണ്ണട വെച്ചിട്ടുണ്ട്, ഞാൻ കണ്ണട വെച്ചിട്ടില്ലല്ലോ. കാപ്പിയും കാടയും കാപ്പിയും നമ്മൾ തട്ടടയിൽ നിന്ന് കഴിക്കുന്ന പോലെ. എടാ അതിപ്പോൾ ഈ തണുപ്പിന് അത് തണുത്തു പോലോ കാപ്പി ആകുമ്പോഴത്തേക്കും. എന്നാ തിന്നോ. അല്ല ഞാൻ തിന്നാണ്ടല്ല ചോദിച്ചു. എന്നാ തിന്നോ. അല്ല തണുക്കെങ്കിൽ തിന്നോ. അല്ല തണുത്ത് പോകുന്നു പറഞ്ഞു. വേണ്ട, നീ കഴിക്ക്. അപ്പം നിനക്കോ? ഞാൻ കഴിച്ചോളാം, നീ കഴിക്കും. ഞാൻ ഈ കാട കഴിച്ചിട്ടില്ല ഇതുവരെ. കഴിച്ചു നോക്ക്, ചൂടോടെ കഴിച്ചോ. കട്ടൻ കാപ്പി നമുക്ക് പിന്നെയാലും കുടിക്കാനോ. അപ്പം ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാനുള്ള പരിപാടി. ക്യാമറ ഓണാണോ? ഹായ്, ഞങ്ങൾ എന്തായാലും ഈ കാട പൊരിച്ചത് കഴിക്കാൻ തുടങ്ങുകയാണ്. അവൻ പറഞ്ഞ പോലെ ചൂടാറി കഴിഞ്ഞാൽ അത് ഒന്നിനും പറ്റില്ല. എന്താ അറിയോ, ഈ സാധനം എന്നല്ല എല്ലാം അങ്ങനെ
പൊളിച്ച് കരിയുന്നുണ്ട്. ഇത് ചൂട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാനും പറ്റില്ല. സൂപ്പറാട്ടോ. കാട ചിക്കനേക്കാളും ടേസ്റ്റ് ഉണ്ട്. ചിക്കനേക്കാളും ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ലടാ. നീ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കാടൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. സംഭവം പൊളി കേട്ടോ അല്ലേ. ഇവൻ്റെ പാചകത്തിനെ പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇവനെന്ത് ചെയ്താലും ഭയങ്കര കൈപ്പുണ്യാണ്. ഒരു ദിവസം ഇവിടുന്ന് ചിക്കൻ ചുട്ടില്ലേ, അതിൽ എന്തൊക്കെയോ സാധനങ്ങൾ ഞങ്ങൾ കുറവുണ്ടായിട്ട് പോലും ഭയങ്കര ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞിരുന്നു. നീ അന്നെന്തോ ചെയ്തല്ലോ. കഴിക്കും. അടിപൊളി കേട്ടോ. സൂപ്പറാ. ഇത്ര ഡ്രൈ ആവരുതായിരുന്നു അല്ലേ. കുറച്ചുകൂടി ഡ്രൈ ആയി. പിന്നെ ഇത്ര പേടിയുള്ള ആളെ കൊണ്ട് വരണമെന്ന് വെച്ച് കമൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും പറയരുതേ, നീ പേടി തന്നെയാണ്. എന്നെ ആരും ഒന്നും പറയരുത് ദയവിട്ട്. ഇങ്ങനെ ധൈര്യശാലിയായിട്ട് ആരും കൂട്ടണ്ട. ധൈര്യശാലി അല്ല കേട്ടോ. ഞാൻ ധൈര്യശാലിയാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് പോകില്ല. അവൻ എന്നെ കൂട്ടി അവിടെ കൊണ്ടാക്കി തരേണ്ടി വരും. കുറച്ച് ദൂരമല്ല, കുറച്ച് താഴെ വരെ പോകണ്ട്. ഒരുപാടൊന്നും ആക്കി തരില്ല. എൻ്റെ അടുത്ത് ടോർച്ച് ഉണ്ട്, അത് തരാം. ഞാൻ കുറച്ച് അവിടെ വരെ കൊണ്ടാക്കി തരാം. ആ വിറക് കൂട്ടില്ലേ, അവിടെ വരെ ആക്കി തരാം. ഇതൊക്കെ നീ പറയുന്നത് എനിക്കറിയാം. ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന റേഞ്ച് ഉണ്ടല്ലോ അല്ലേ. ഇവനിങ്ങനെ ക്യാമ്പിംഗ് വീഡിയോ ഏതെങ്കിലും കാട്ടിലൊക്കെ പോയി കിടക്കും. അപ്പം നമുക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അവനത് ധൈര്യമുണ്ട്, അവൻ്റെ താല്പര്യം ഇങ്ങനെയാണ്, അവനത് ആണ് അവന് ഇഷ്ടം. ഇത്രയും ഭാഗം എനിക്കിഷ്ടമാണ്. കയറി കിടന്നുറങ്ങുന്നത് ഇഷ്ടമല്ല എന്നല്ല, കുറേ ആൾക്കാരുണ്ട്, കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം എന്താ അറിയോ, നിങ്ങൾ കണ്ടില്ലേ ചുറ്റിനും ഇങ്ങനെയാണ്, വളരെ സൈലൻ്റായിട്ട്. ഇവിടെ നീ ഒറ്റയ്ക്ക് കിടക്കണം. നിനക്ക് നല്ല പനിക്കുണ്ടോ? നല്ല ജലദോഷം ഉണ്ടല്ലോ. ചെറുതായിട്ട്. എൻ്റെ സംസാരം സൗണ്ടൊക്കെ മാറി. അത് കാലാവസ്ഥ തന്നെ. നമ്മളെ കോഴി പൊരിച്ച എണ്ണേ ഇതിനകത്ത് ഒഴിച്ചാലോ? നേരെ അങ്ങനെ വെച്ചു, നല്ല കത്തട്ടെ. എന്തായാലും ഞാൻ എണ്ണ കൊണ്ട് കാര്യമൊന്നുമില്ല, കരിഞ്ഞിരിക്കും. വിറകും ഇല്ലല്ലോടാ സതീശ. ഇനി എന്തിനാ വിറക്? ശരിക്കും എന്താ വേണ്ടതെന്ന് അറിയടാ. ഇങ്ങനെ ഇട്ട് വെക്കണം. തീയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വന്യമൃഗങ്ങൾ അടുത്തേക്ക് വരില്ല. പുകയും ഈ ഇതും നമ്മളെ ഫോറസ്റ്റർ അവർ പറഞ്ഞ വെച്ചിട്ട് അറിവാണ്. പിന്നെ നീ ടോർച്ച് ഇപ്പോൾ തൽക്കാലം ഞാൻ കയ്യിൽ വെക്കുന്നു. നീ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ വാങ്ങിച്ചാൽ ഞാൻ അങ്ങ് വരെ വരില്ല കേട്ടോ. കുറച്ച് ദൂരം അങ്ങോട്ട് വന്നാൽ എന്നിട്ട് ടോർച്ച് തിരിച്ചു കൊണ്ടു. പിന്നെ അതിന് ഞാൻ ഒരുപാട് ദൂരം വരില്ല. വേണ്ട, കുഴപ്പമില്ല. ഞാൻ ലൈറ്റ് അടിച്ച് തരാം. പിന്നെ നീ ആ ടോർച്ച് കൊണ്ടേക്കോ. 4 വർഷം എങ്ങനെ മൊബൈൽ ഓഫ് ആയി പോകും. അപ്പൊ എല്ലാവരും പറയും പോവാന്ന് പറയും. എനിക്ക് വേറെ പരിപാടി ഉണ്ട്. ക്യാമറ ഓണാണോ? അപ്പോൾ ഓക്കെ കേട്ടോ. അപ്പോൾ ഓക്കെ. പിന്നെ ഇത് നമ്മുടെ സുഹൃത്ത് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിചാരിക്കണു. ഇതെന്റെ സുഹൃത്ത് വണ്ടിയും വലയും ചാനലിന്റെ മുതലാളി. ഇത് പിന്നെ നമ്മുടെ പണിക്കാരൻ മുതലാളി. പിന്നെ നമ്മളെ ആകെയുള്ളൊരു സുഹൃത്ത് തന്നെയാണ്, എല്ലാവർക്കും അറിയാം. ആകെയുള്ളൊരു സുഹൃത്താണ് കേട്ടോ. വേറെ ആർക്കുമില്ല, വേറെ ആരുമില്ല. എനിക്കും ഇല്ല, അവനും ഇല്ല. എന്താ വെച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ്. എന്നാ പിന്നെ നീ അങ്ങോട്ട് പറയും. അല്ല, നീ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയട്ടെ, നീ കണാണെന്ന് പറയാൻ നിൽക്കരുത്. പറയില്ല. പിന്നെ അപ്പോൾ ആകെയുള്ള സുഹൃത്താണ്. പിന്നെ ഇവനൊരു ചാനലുണ്ട്, വണ്ടിയും വലയെന്നാണ് പേര്. അപ്പോൾ ഇന്ന് യാദർശികമായിട്ട് ഇവൻ വന്നതാണ്. വണ്ടി കണ്ടോണ്ട് വന്നല്ലേ നീ? വണ്ടി കണ്ടത് കൊണ്ട് ഞാനേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇൻട്രോ, ഇവൻ അങ്ങനെ ഒരു വ്ളോഗ് എടുക്കൊണ്ടിരിക്കുക. ഇവൻ താഴെന്നുണ്ട്, ഹലോ ഞാൻ സതീഷ് വയനാട് എന്ന്. അത് ഞാൻ ആദ്യം ഒരു വട്ടം കേട്ടു. അപ്പോൾ ഞാൻ ഇതേതാ സൗണ്ട്.
പിന്നെ ഒരു സൗണ്ട് കൂടി, ഹലോ ഞാൻ സതീഷ് വയനാട്. ഇതങ്ങനെ 3 വട്ടം കണ്ട് പറഞ്ഞിട്ടുണ്ട്. 3 വട്ടം, 3ാമത്തെ പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വരുന്ന സമയത്തുണ്ട് ഇങ്ങനെ പുറകില് അറിഞ്ഞു നിൽക്കുന്നത്. ഞാനാ ഞെട്ടിപ്പോയത്. കാരണം ഒരു പൊന്തക്കാരൻ അപ്പുറത്ത് ഇവൻ വിറക് തെരഞ്ഞു കിടക്കുക. അപ്പോൾ എൻ്റെ വീഡിയോയിൽ നോക്കിയാൽ ആ സംഭവം കാണും. പിന്നെ ഇവന്റെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ, ഞാൻ വിറകിന് പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇവനെ കാണുന്നുണ്ട്. അത് ശരിയാണല്ലോ, അങ്ങനെ കണ്ടാൽ മതി. വണ്ടി മല സെർച്ച് ചെയ്തിട്ട് സെർച്ച് ചെയ്തിട്ട് ഇവന്റെ വീഡിയോ കാണാം. അല്ല വേണ്ട, ഈ വീഡിയോ ഞാൻ എൻ്റെ മറ്റേ ഇത് ചെയ്യാം. എന്തോ ചെയ്യുമല്ലോ, എന്താണ് കൊളാബല്ല, ലിങ്ക് കൊടുത്ത് അതെന്താ കൊളാബാണോ എന്തായാലും പറയാ, ടുഗദർ അല്ല എന്തായാലും കുഴപ്പമില്ല, അത് സാധനം ചെയ്താൽ മതി. അത് ചെയ്തിടാം. അപ്പൊ ആ വീഡിയോ കാണുമല്ലോ. ഞാൻ എന്തായാലും ഇവനെ കൊണ്ടുവിട്ടിട്ട് വരട്ടെ, എന്നിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ. എന്താ വെച്ചാല് നമ്മളെ ഈ ചങ്ക് ബ്രോനെ ഒന്ന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നന്നായിട്ട് കമന്റ്സ് ഒക്കെ ചെയ്ത് നല്ലോണം ഒന്ന് ഉത്സാഹിപ്പിച്ചു കൊടുക്കണം. അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇവൻ മുൻപന്തിയിലാണ് കേരളത്തിൽ നമ്പർ 1 ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പിംഗ് വീഡിയോ ചെയ്യുന്ന ഒരാളായിട്ടാണ്. നമ്പർ 1 അങ്ങനെയൊന്നും പറയില്ല. നമ്പർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. എനിക്ക് എന്റെ മെയിൻ ആള് C4C ആണ്. എന്താ വെച്ചാൽ അയാളെ പ്രൊഫഷണൽ ആയിട്ടുള്ള കുക്കിംഗ് പക്ക പെർഫെക്ഷൻ. ഞാൻ അതൊക്കെ മേലെ എന്ന് പറയണ്ട, കാരണം വെച്ചാല് ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോസ് അധികം കാണാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് അറിയാത്തത്. അല്ലാന്ന് അത് നല്ല നല്ല ഭയങ്കര ക്യാമറ ആയിരുന്നു. അങ്ങനെ സോറി കേട്ടോ C4C, ഞാൻ അങ്ങനെ താഴ്ത്തി പറഞ്ഞതോ ഇവനെ ഉയർത്തി പറഞ്ഞതൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒന്നും വിചാരിക്കരുത്, ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, എനിക്ക് ഇവൻ്റെ ഒപ്പം ക്യാമ്പിംഗ് വീഡിയോയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരുമിച്ച് തന്നെയാണ് എപ്പോഴും ഉണ്ടാകുക. പക്ഷേ എന്താ വെച്ചാൽ ഇവൻ്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ശ്രമിക്കില്ല, കാണുമോ? അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകുമോ? ഇത്രയും ഭയങ്കര വിശാല മനസ്കരായിട്ടുള്ള ആൾക്കാരാണ് നിന്റെ ആൾക്കാർ. അപ്പോൾ ആ ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടു എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട, അത് മാത്രം മതി. പോരെ? അപ്പോൾ എല്ലാവരും ഒന്ന് വെറുതെങ്കിലും ഒന്ന് കയറി നോക്കിട്ടോ അവൻ്റെ ചാനലിൽ എന്തൊക്കെയുള്ളതെന്നുള്ളത് അല്ലേ. എനിക്കും ഭാവിയിൽ ഇവനെ പോലെ കുറെ കമന്റ്സ് ഒക്കെ ആയിട്ട് കമന്റ്സിന് മറുപടിയൊക്കെ പറഞ്ഞു. പാവാണ് ഇവന്, ഒരു കലാകാരനാണ്. സ്ഥിരമായിട്ട് ആൾക്കാരുണ്ടാവണം എന്ന് ഒരാഗ്രഹമുണ്ട്. ഞാൻ അങ്ങനെയാണെങ്കിൽ അതുപോലെ കമന്റ്സ് ഒക്കെ ചെയ്തു. ഞാൻ ഇവന്റെ വീഡിയോയിലൊക്കെ മിക്ക വീഡിയോയിലും ക്യാമറ എടുത്ത് കൊടുക്കണം ഞാനാട്ടോ. അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട, നീ ഒരു കാര്യം ചെയ്യും, കാറിന്റെ പൈസ പോ. ഇവനാണ് എൻ്റെ ഗുരു കേട്ടോ, അത്രയും പറഞ്ഞാൽ മതിയല്ലോ. ബാക്കി എല്ലാം ഇതിലുണ്ടല്ലോ. ഞങ്ങൾ കാടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. വളരെ യാദൃശ്യമായിട്ട് അവിചാരിതമായിട്ട് ഒരാളെ കണ്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഇവൻ ക്യാമറ ചെയ്ത് നന്നായി എന്നുള്ളത് എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു. ഇവൻ ബെസ്റ്റ് ക്യാമറമാൻ കൂടിയാണ്. ഓക്കെ, അങ്ങനെ എനിക്ക് 1-2 കമന്റ് വന്നു. ഞാൻ ക്യാമറമാൻ ഭയങ്കര ഒരു രക്ഷയില്ല, നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെയാണ് ക്യാമറ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്ഥിതി. അപ്പോൾ വളരെയധികം സന്തോഷം. പിന്നെ എനിക്ക് സന്തോഷം കുറച്ചും കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ നീ വരണം, ഇല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് പറഞ്ഞ ഈ സന്തോഷം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞിട്ട് നമസ്കാരമല്ലല്ലോ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. എനിക്ക് വേറെ പണിയുണ്ട്, കിടക്കണമൊക്കെ കിടക്കുന്ന പിന്നെ രാവിലെ ഉണ്ട്. വൈൻഡപ്പ് ആയില്ല. അപ്പം ഞാനാണിപ്പോൾ എനിക്ക് വൈൻഡപ്പ്, ഞാനിപ്പോൾ വീട്ടിൽ ഇവൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഞാൻ എന്തായാലും വന്നിട്ട് തീ കത്തിച്ചിട്ട് കുറച്ചേരം കൂടി ഇരിക്കും. എന്നിട്ട് ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കിയിട്ട് കിടന്നുറങ്ങും. ഞാൻ എന്തായാലും ഇവനെ കൊണ്ടാക്കിയിട്ട് വരാം. കൂടി വിറക് വേണം എടുത്തുതരാം. ഇത് നടക്കില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് വല്ല പാമ്പ് കയറിയിരുന്നല്ലേ. അതടച്ചല്ലോ. നമ്മുടെ തീയൊക്കെ കെട്ടു. പിന്നെ ഞാനവനെ നമ്മൾ വിറകെടുക്കാൻ പോയില്ലേ, അതിൻ്റെ അപ്പുറം കൊണ്ടുവിട്ടു. എന്താ വെച്ചാൽ അവൻ ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര പേടിയാണ്. പിന്നെ അവൻ്റെ അടുത്തായിരുന്നു മൈക്ക് ഞാൻ ഊരാൻ നേരത്തെ ശ്രദ്ധിച്ചില്ലായിരുന്നു. നോക്കുമ്പോൾ ഓഫായിരുന്നു. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് അത് ഓഫാന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം എടുത്ത വീഡിയോ ഒക്കെ സൗണ്ട് ഉണ്ടോ എന്നുള്ളത് ഇനി എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. ഒന്നും കുറേ കാര്യങ്ങളാണെങ്കിൽ പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ ഒന്നിനും സൗണ്ട് ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, സാറിലല്ലേ. എന്തായാലും ഇതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കാം. നമ്മളെ വിറക് തീ പറ്റ കിട്ടും. ഇപ്പം തണുക്കുന്നില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. നമ്മുടെ ലൈറ്റൊക്കെ എടുക്കണമല്ലോ. ലൈറ്റ് ഒരെണ്ണം ഇവിടെ തൂക്കിയിട്ടാലോ പുറത്ത്. നമ്മുടെ ഒരു ലൈറ്റ് ഇവിടെ ഇങ്ങനെ കിടന്നോട്ടെ അല്ലേ.
ഇത് കഴിഞ്ഞ് രാവിലെ വരെ കിടന്നാലും ഇതിൻ്റെ ചാർജ് പോകില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ വേറൊരു ടെൻഷൻ എന്താ വെച്ചാൽ, പിന്നെ ഇപ്പോൾ ഉള്ള മൂഡ് പോയത് എങ്ങനെ അറിയോ, നമ്മൾ സൗണ്ടില്ലേ, സൗണ്ട് അത് റെക്കോർഡ് അയക്കുന്നോ ഇല്ലേ എന്നൊരു സംശയം. അത് കഴിഞ്ഞിപ്പോൾ രാത്രി എടുത്ത് നോക്കണം. എന്തായാലും ഇപ്പോൾ തണുക്കില്ല, കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും തണുക്കും. അപ്പോൾ നമുക്ക് കോട്ടെടുത്ത് ഇടേണ്ടി വരും. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് പോയി. അതൊരു വെപ്രാളമുണ്ട്, എന്താവും എന്നുള്ളത്. നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നതല്ലേ രാത്രിയൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ അതൊന്ന് നോക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കമൻറ്റുകൾ ഒരുപാട് പേര് ഇത് വായിക്കാനുണ്ടാവും. പറഞ്ഞ പോലെ ഹായ് പറയാനുണ്ട്. പക്ഷേ അത് നമ്മുടെ സമയപരിമിതി കണ്ടില്ലേ. അപ്പോൾ അത് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്, ഞാൻ എല്ലാവരും പറയാം. പിന്നെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ കുറച്ച് പേരതല്ലേ പറഞ്ഞുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരത് പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ തന്നെ ഒരാൾക്ക്, ഇപ്പോൾ ചിത്രൻ എക്സാമ്പിൾ, ഞാൻ ചിത്രന് കമൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അവൻ റിപ്ലൈ തരില്ലല്ലോ. അവൻ റിപ്ലൈ തരാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, അവൻ്റെ കുറ്റമല്ല. പക്ഷേ ആ റിപ്ലൈ കിട്ടിയ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിഷമാവില്ലേ എന്ന് പറഞ്ഞ പോലെയാണല്ലോ എല്ലാവരെയും കാര്യം. പിന്നെ ഇതൊക്കെയാണ് വിശേഷം. ബാക്കി രാവിലെ ഇവിടെ മഞ്ഞോ കോടയൊക്കെ ഉണ്ടാവും. എന്നിട്ടൊരു കട്ടൻ കാപ്പിയും കുടിച്ചിട്ട് നമുക്ക് പോവാം. അങ്ങനെ ചെയ്യാം അല്ലേ? അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ് കേട്ടോ. നമ്മുടെ ഷൂ ഇതിൻ്റെ മേളിലിരിക്കട്ടെ അല്ലേ? അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ബാക്കി രാവിലെ കേട്ടോ. എനിക്കിപ്പോൾ അതൊന്നുമല്ല, സൗണ്ട് പോയോ എന്നുള്ളൊരു ടെൻഷനാണ്. ഞാനിപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യട്ടെ കേട്ടോ, എന്നാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ ഇന്നലത്തെ ഉറക്കം വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇന്നലെ രാത്രി എടുത്ത വീഡിയോയിൽ കുറച്ച് സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് എന്താ പറയുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ മൈക്ക് ഭയങ്കര പ്രശ്നമായി. നമ്മളെ മൈക്ക് പോയതിന് ശേഷമേ ഇതാണ് കറക്റ്റ് വർക്കിംഗ് അല്ല ചില സമയത്ത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, ചില സമയത്ത് വർക്ക് ചെയ്യില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇന്നലെ ഓഫല്ലായിരുന്നു, പക്ഷേ എന്താണെന്നറിയില്ല, ഈ ഒരു ലൈറ്റ് ഇങ്ങനെ ഉണ്ടല്ലോ, അതിങ്ങനെ മിന്നുന്നില്ലായിരുന്നു. എന്താണെന്നറിയില്ല, മൈക്ക് വല്ലാത്തൊരു പ്രശ്നമാണ് നമുക്ക്. നമുക്ക് ഗ്യാസ് കുറ്റി ഇല്ല കേട്ടോ. നമ്മുടെ ഗ്യാസ് കുറ്റി ഇവിടെ കടയിൽ നിന്നായിരുന്നു സാധാരണ മേടിക്കൽ, പിന്നെ ഓൺലൈനിൽ നിന്ന് മേടിക്കും. പക്ഷേ ഈ കടയിൽ ഇപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് ഞാൻ കിടന്ന് തപ്പുകയാണ്, എവിടെയും കിട്ടുന്നില്ല. അപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനി വരാൻ ചിലപ്പോൾ 2-3 ദിവസം കൂടി എടുക്കാൻ സാധ്യതയുണ്ട്. എന്താ വെച്ചാലേ നേരത്തെ ഓർഡർ ചെയ്യായിരുന്നു, പക്ഷേ ഈ കടയിൽ അവർ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ മേടിച്ചതുമില്ല, അവരുടെ അടുത്ത് വന്നതുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇനി നമുക്ക് ദൂരം മലകളിലൊക്കെ പോകണമെങ്കിൽ ഗ്യാസ് വേണം. എന്താ വെച്ചാൽ വിറക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആകെ പണിയാവില്ലേ. പക്ഷെ ഒരു തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ര വിചാരിച്ചത്ര തണുപ്പില്ല കേട്ടോ. ഇന്നലെയൊക്കെ പമ്പ തണുപ്പായിരുന്നേ, പക്ഷെ ഇന്നത്ര തണുപ്പില്ല. ഞാൻ വിചാരിച്ച നല്ല തണുപ്പായിരിക്കും. പിന്നെ രാവിലെ തന്നെ സതീശൻ വിളിച്ചിരുന്നു, എന്താണ് സ്ഥിതി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടേ. ഇന്നലെ അവൻ പോയതല്ലേ, ഞാനിവിടെ ഉണ്ടോ പുലി പിടിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ വിളിച്ചിരുന്നു, പാവാണ്. പിന്നെ വണ്ടിയും വലയെന്നാണ് അവൻ്റെ ചാനലിൻ്റെ പേര്. പിന്നെ അപ്പോൾ എല്ലാവരും സമയം ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിയിട്ട് കുറച്ച് കമൻറ്റൊക്കെ ചെയ്യട്ടോ. അവന് കമൻറ്റൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമല്ലേ. പിന്നെ ഇന്നലെ നമ്മുടെ കമൻറ്റ്
ഒരുപാട് വായിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇന്നലെ ആ സൗണ്ട് ചെക്ക് ചെയ്ത സമയത്ത് തന്നെ നമ്മളത് 180 മിനിറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ആ കിടക്കുന്ന വരെ എടുത്ത വീഡിയോ. ഇപ്പോഴത്തെ ഈ വീഡിയോ കേട്ടോ, കിടക്കുന്ന വരെയുള്ള വീഡിയോ 180 മിനിറ്റ്. അപ്പോൾ 2 മണിക്കൂറാകുമ്പോൾ 120, അയ്യോ 3 മണിക്കൂർ തന്നെ. അപ്പോൾ നമ്മൾ ഈ എടുത്ത വീഡിയോ ഉണ്ടല്ലോ, ഈ എടുത്ത വീഡിയോ, ഇന്നത്തെ ഈ വീഡിയോയുടെ കാര്യം പറയണത്, ഈ വീഡിയോ ഇന്നലെ രാത്രി ഞാൻ കിടക്കുന്ന വരെ ഞാൻ നോക്കിയപ്പോൾ 150 മിനിറ്റും സംതിങ് ഉണ്ട്. അപ്പോൾ 3 മണിക്കൂറുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് നമ്മൾ അരമണിക്കൂറാക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒതുക്കണം നമ്മൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർ ഒരുപാട് പേരുണ്ട്. പിന്നെ എനിക്കതറിയാം, ഞാനതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കുറച്ചൊക്കെ പറഞ്ഞു തോന്നുന്നുണ്ട്, കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും കുറേ പറയാനുണ്ട്, ഞാനത് പറയാം കേട്ടോ, ഒന്നും വിചാരിക്കല്ലേ. പിന്നെ ഒരുപാട് പേര് 2 പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് പറയണേ 2 വീഡിയോയിലൊക്കെ. പക്ഷെ അവരൊന്നും മനഃപൂർവ്വം വിടുന്നതല്ല. ഞാനെന്തായാലും ഇന്ന് തന്നെ ഒരു വീഡിയോ ഞാൻ ഇതിനായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ചെയ്യാം അല്ലേ, അതല്ലേ നല്ലത്. അല്ലെങ്കിൽ നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് അവനെ വണ്ടിയും വല്ല സതീഷിനെയും കൂടി കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഗ്യാസ് ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. എന്താ ചെയ്യാന്ന് ഇപ്പോൾ ഒരു പിടുത്തമില്ല. ഗ്യാസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വരും. പക്ഷെ ഗ്യാസ് ഇല്ലാതായില്ലേ, നമുക്ക് ഈ ലോങ് മലയൊക്കെ കയറാനേ. ഇതുപോലെ ഇപ്പോൾ വിറകില്ലാണ്ടൊക്കെ വന്നെന്ന് എന്ത് ചെയ്യും അല്ലേ, കുക്ക് ചെയ്യാൻ. നമ്മൾ വിറക് പ്രതീക്ഷിച്ച് വന്നിട്ട് ഗ്യാസ് ഇല്ലാതെ അങ്ങനെ പോകാനും പറ്റില്ല. ഇതിനകത്ത് ശകലം ഗ്യാസേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ എല്ലാവർക്കും ഹായ് പറയുന്നതായിരിക്കും. പിന്നെ വീഡിയോ എല്ലാവരും കാണുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യട്ടാ. കമൻറ്റ് മസ്റ്റാണേ, എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അത് പറയണം. പിന്നെ എല്ലാ കാര്യവും പറയണം കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻറ്റ് തന്നെയാണ് നമ്മുടെ ഒരു സപ്പോർട്ട്, ഞാൻ എന്നും പറയണതല്ലേ. പിന്നെ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ഞാനിപ്പോൾ ഈ കാപ്പിയും കുടിച്ചിട്ട് പതുക്കെ വിടും കേട്ടോ. ഇന്നിപ്പോൾ വിചാരിച്ച പോലെ തണുപ്പൊന്നുമില്ല, വിചാരിച്ച പോലെ മഞ്ഞുമില്ല. എന്താ പറ്റിയെന്നറിയില്ല. അല്ലെങ്കിൽ നല്ല മഞ്ഞുണ്ടാവണ്ട. സമയം ഇപ്പോൾ 6:45. പക്ഷേ 6:45 ആകുമ്പോഴത്തേക്കൊക്കെ നല്ല മഞ്ഞൊക്കെ ഉണ്ടാവേണ്ടതാണ്. അറിയില്ല.